ഭരണഘടനയെ അവഹേളിച്ച കേസിൽ മന്ത്രി സജി ചെറിയാന് കുരുക്ക് മുറുകുമ്പോഴും രാജി ഒഴിവാക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് പിണറായി പക്ഷം. ജനുവരി 2ാം വാദം ആരംഭിക്കുന്ന CPM ആലപ്പുഴ ജില്ലാ സമ്മേളനം വരെ രാജി ഒഴിവാക്കുകയാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ ലക്ഷ്യം. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ഈ ഭരണഘടനാ അവഹേളനത്തിൽ ആദ്യം മന്ത്രിസ്ഥാനം നഷ്ടമാകേണ്ട സമയത്തും ഒരുപാട് സംരക്ഷണം സജി ചെറിയാന് മുഖ്യമന്ത്രി തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ പ്രതിപക്ഷത്തിന്റെ ഒക്കെ തന്നെ വിമർശനം, സമരം ചെയ്യൽ, ഇതിനെയൊക്കെ തുടർന്നായിരുന്നു അന്ന് രാജിവെച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാമത് ഇപ്പോൾ ഹൈക്കോടതി ഇടപെടലിന് പിന്നാലെ വീണ്ടും സംരക്ഷണം നൽകുക തന്നെയാണ് പിണറായി പക്ഷം സജി ചെറിയാൻ. രജനി, അങ്ങനെ തന്നെയാണ്. മുൻപ് രാജിവെച്ചതിന് ശേഷം മജിസ്ട്രേറ്റ് കോടതിയുടെ ഒരു വിധിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് തനിക്കെതിരെ ഇപ്പോൾ ഒരു കേസുമില്ല എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് സജി ചെറിയാൻ അന്ന് വീണ്ടും മന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്. അത് അത്തരത്തിലൊരു നീക്കം നടത്തുമ്പോൾ എത്രയും വേഗം തന്നെ സജി ചെറിയാനെ വീണ്ടും മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ തന്നെയായിരുന്നു പിണറായിയുടെ നീക്കം. ആ രീതിയിൽ ഇത്തരത്തിലൊരു വിധി വന്നതിന് ശേഷം കൃത്യമായ ആസൂത്രണമായി തന്നെയാണ് വീണ്ടും സജി ചെറിയാനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നത്. ആലപ്പുഴ ജില്ലയിലെ CPM-നുള്ളിലെ വിഭാഗീയത, അതിൽ പിണറായി പക്ഷത്ത് നിന്നുകൊണ്ട് പിണറായിക്ക് വേണ്ടി അവിടെ കാര്യങ്ങൾ നീക്കുന്നതിൽ ഇപ്പോൾ നേതൃത്വം നൽകുന്നത് സജി ചെറിയാനാണ്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടി സമ്മേളന കാലയളവിൽ മന്ത്രി എന്ന ഒരു സ്ഥാനത്തോടു കൂടി തന്നെ സജി ചെറിയാൻ ആലപ്പുഴയിൽ ഉണ്ടാവേണ്ടത് പിണറായി വിജയൻ പക്ഷത്തിന്റെയും ആവശ്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് എല്ലാവിധ സംരക്ഷണവും മന്ത്രിസ്ഥാനത്തിന് വേണ്ടി സജി ചെറിയാന് നൽകാൻ പിണറായി പക്ഷം ഇപ്പോൾ കരുക്കൾ നീക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ ഹൈക്കോടതിയുടെ ഗുരുതരമായ ഈ പരാമർശങ്ങളെല്ലാം വന്നെങ്കിൽ പോലും സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി നിലപാടെടുക്കും എന്നത് തന്നെയാണ് ഏറ്റവും നിർണായകം. എന്നാൽ എത്രത്തോളം നേരത്തെ രാജിവെച്ചതിലും ഗൗരവതരമായ പരാമർശം, അതിൽ ആഭ്യന്തര വകുപ്പിന് കൂടി പോലീസിന് കൂടി വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായിട്ടും സജി ചെറിയാനെ സംരക്ഷിച്ച് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. അവിടെ ഇന്ന് CPM-നുള്ളിൽ നിലനിൽക്കുന്ന ശക്തമായ വിഭാഗീയത, അതിൽ ഉപരിയായി പറയേണ്ടത് താഴെ തട്ടിൽ വലിയ രീതിയിലുള്ള അടിത്തറ ഇളകിയ സാഹചര്യമാണ് CPM-ന് ആലപ്പുഴ ജില്ലയിലുള്ളത്. നമുക്കറിയാം, കായംകുളത്തും ഹരിപ്പാട്ടും അടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. തിരൂർ പോലെയൊക്കെയുള്ള പാർട്ടിയുടെ ശക്തമായ പുന്നപ്ര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പാർട്ടി പിന്നോക്കം പോകുന്നു. അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശങ്ക ഉണർത്തുന്ന കാര്യം തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ അതിന്റെ അടിസ്ഥാന കാരണമായി വിലയിരുത്തുന്നത് പാർട്ടിക്കുള്ളിലെ ഭിന്നതയുമൊക്കെയാണ്. ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഇതിൽ പിണറായി പക്ഷത്തിനെ ഒപ്പം പാർട്ടിയെ നിർത്താൻ, അവിടുത്തെ ഇപ്പോൾ പിണറായി പക്ഷത്തിന് സ്വീകാര്യനല്ലാത്ത ജില്ലാ സെക്രട്ടറിയെ മാറ്റി മറ്റൊരു ജില്ലാ സെക്രട്ടറിയെ അവരോധിക്കുന്നതിനുമെല്ലാം സജി ചെറിയാൻ മന്ത്രിയായി തുടരേണ്ടത് ആവശ്യമാണ് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഒരു കാരണവശാലും ജനുവരി 11, 12 തീയതികളിൽ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടക്കുന്നതുവരെയും സജി ചെറിയാൻ രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഒഴിവാക്കുക എന്നത് പിണറായി പക്ഷത്തിന്റെ മൊത്തം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സജി ചെറിയാൻ സംരക്ഷിക്കപ്പെടും, അതിനുവേണ്ടി കിണഞ്ഞു ശ്രമിക്കും. ഇല്ലെങ്കിൽ അത്രയ്ക്ക് ഗുരുതരമായ നടപടികൾ ഇതിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിയമപരമായ നടപടികൾ മുന്നോട്ട് പോയി ഇതിന്റെ റിപ്പോർട്ട് വരാനും എല്ലാം സ്വാഭാവികമായും കാലതാമസം ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ സജി ചെറിയാന്റെ രാജി തടഞ്ഞു വെച്ച് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് പിണറായി പക്ഷം ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. രജനി, ശരി, എന്തായാലും സജി ചെറിയാനെ കുരുക്ക് മുറുകുമ്പോഴും സംരക്ഷിക്കുക തന്നെയാണ് സജി ചെറിയാനെ പിണറായി പക്ഷം ചെയ്യുന്നത്. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.